ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഫേസ് ഓൺ ദ വാൾ എന്നുള്ള പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ആൻസറും ഞാൻ ഇട്ട് തരാം. നിങ്ങൾ എഴുതണം, ടെക്സ്റ്റിൽ എഴുതണം. ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റിൽ എഴുതുക, ഇല്ലാത്തവർ നോട്ടിൽ എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വാട്ട് വേർഡ് ഡാപ്നെ? ഡാപ്നെ നമുക്കറിയാം, വൺ ഓഫ് ദ ക്യാരക്ടർ, ഇതിലെ ഒരു കഥാപാത്രമാണ് ഡാപ്നെ. ഡാപ്നെ എന്നുള്ള ആളല്ല ലിറ്റിൽ മാൻ. ലിറ്റിൽ മാൻ വേറെ ആളാണ്, ഡാപ്നെ വേറെ ആളാണ്. രണ്ടും രണ്ട് വ്യക്തികളാണ് കേട്ടോ. സോ ഡാപ്നെ ആണ് ലിറ്റിൽ മാൻ എന്നൊരിക്കലും ചിന്തിക്കരുത്. സോ വാട്ട് വേർ ഡാപ്നെ ആൻഡ് ഹിസ് മാൻ ടോക്കിംഗ് അബൌട്ട്? ഡാപ്നെയും കൂട്ടുകാരും തുടക്കത്തിൽ സംസാരിച്ചത് എന്തായിരുന്നു? ഇവിടെയുണ്ട്, ഇതാ, we were talking events. ഞങ്ങൾ എന്താ സംസാരിച്ചത്? explained by natural causes at Dabney's last evening. ഡാബ്നയുടെ ലാസ്റ്റ് ഈവനിങ്, കഴിഞ്ഞ ദിവസത്തെ തലേ ദിവസത്തെ നടന്ന ഇവൻസിനെ കുറിച്ചായിരുന്നു അവർ സംസാരിച്ചത്. അപ്പോൾ അതിലെ ആൻസർ അത് തന്നെയാണ്. അതിൻ്റെ ആൻസർ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എന്താണ് അവർ ഇവൻസ്, സംഭവങ്ങളെക്കുറിച്ച്, കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. സോ ദേ വർ ടോക്കിംഗ് അബൌട്ട് ഇവൻറ്റ്സ് എന്ന് എഴുതിയാൽ മാത്രം മതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ദ ലിറ്റിൽ മാൻ സേ ദാറ്റ് ഹിസ് വാസ് എൻ അൺയൂഷ്വൽ സ്റ്റോറി? എന്തുകൊണ്ടാണ് ലിറ്റിൽ മാൻ പറഞ്ഞത് അതൊരു അൺയൂഷ്വൽ സ്റ്റോറിയാണെന്നുള്ളത്? ബിക്കോസ് ഹി ആക്ച്വലി മെറ്റ് ദാറ്റ് ഇവൻറ്റ്. ആ ഒരു സംഭവം എന്ന് വെച്ചാൽ അയാൾ നേരിട്ട് കണ്ടറിഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു സൂപ്പർ നാച്ചുറൽ ഇവൻ്റായിട്ട് അതിനെ പറയുന്നത്. അതാണ് കാരണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദേ ബെഗ്ഡ് ഹും ടു ബിഗിൻ ആൻഡ് വാട്ട്? ആരോടാണ് തുടങ്ങാൻ വേണ്ടി എന്നാണ് ബെഗ് ചെയ്യുന്നത്? ഇതാ, വി ബെഗ്ഡ്, ഇവിടെ ഉണ്ട്, വി ബെഗ്ഡ് ഹിം ടു ബിഗിൻ. അപ്പോൾ ആരോടാണ്? വി എന്ന് വെച്ചാൽ അവരായിരുന്നു, ആൾക്കൂട്ടം, ഡാബ്നെ ഉൾപ്പെടെയുള്ള ആൾക്കൂട്ടം, കുറച്ച് പേര്. അവരാരോടാണ് കഥ തുടങ്ങാൻ? ലിറ്റിൽ മാൻ. അതാണ്, ലിറ്റിൽ മാൻ തന്നെയാണ് ആൻസർ. ഇവിടെ ആൻസർ ലിറ്റിൽ മാൻ. അല്ലെ ദ നറേറ്റർ എന്നുള്ള ആൻസർ എഴുതിയാലും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദ നറേറ്റർ സ്റ്റേ? എവിടെയാണ് നറേറ്ററുടെ താമസം? ദ ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റ്, അവിടെയായിരുന്നു, ഓൾഡ് ഹൗസിൽ, അവിടെയുള്ള ഓൾഡ് ഹൗസിലാണ് അദ്ദേഹം താമസിച്ചത്. വാട്ട് വാസ് പെക്യൂലിയർ അബൌട്ട് ദ റൂം? എന്താണ് ആ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാ, അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. ഐ വാസ് ഇൻ എ റൂം ഇൻ എൻ ഓൾഡ് ഹൗസ് ഇൻ ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റ്. ദ ബെഡ്റൂം വാൾസ്, അതാണ് പ്രത്യേകത റൂമിൻ്റെ. ദ ബെഡ്റൂം വാൾസ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ബട്ട് ദ പ്ലേസ് വാസ് ഡാംപ് ആൻഡ് ദർ വർ ഗ്രേറ്റ് പാച്ചസ് ഓൺ ദ വാൾ. അതുവരെയാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അങ്ങനെ തന്നെ എഴുതിയിട്ടില്ലേ, നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വേർ ഡിഡ് ദ നറേറ്റർ സ്റ്റേ? ദ നറേറ്റർ സ്റ്റേഡ് ഇൻ ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റ് ഇൻ എൻ ഓൾഡ് ഹൗസ്. എന്നിട്ട് എഴുതാം, വാട്ട് വാസ് ദ പെക്യൂലിയർ എന്നതിന് ആൻസർ കൊടുക്കും. എന്താണ് ദ പെക്യൂലിയർ അബൌട്ടിലെ സ്പെഷ്യൽ അബൌട്ട് ദ റൂം ഈസ് ഇറ്റ് വാസ് പാച്ച്ഡ് ആൻഡ് ഡാംപ്. പാച്ച്ഡും ഡാമ്പുമാണ്, അത് എഴുതിയാലും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഹി സീ ഓൺ ദ വാൾ? ആ വാളിൽ എന്താണ് പ്രത്യക്ഷപ്പെട്ടത്? ദർ ഇസ് എ ഫേസ് സീ ഓൺ ദ വാൾ, ഒരു എന്താണ്, മുഖം, അതാണ് അതിൻ്റെ ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് റിമാർക്കഡ് അബൌട്ട് ദ ഫേസ് ദാറ്റ് അപ്പിയർഡ് ഓൺ ദ വാൾ? ആ ഫേസിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. ഫേസിൻ്റെ പ്രത്യേകത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്, ദർ വാസ് എ ക്യൂരിയസ് കേർവ് നോസ്. ദർ വാസ് എ ക്യൂരിയസ് എന്നാണ്, വളരെ നീണ്ടിട്ടുള്ള ക്യൂരിയസ് ആയിട്ടുള്ള കേർവ്, കുറച്ച് വളഞ്ഞിട്ടുള്ളൊരു മൂക്കും. ആൻഡ് ദ ഫോർഹെഡ്, നെറ്റിത്തടം, വാസ് റിമാർക്കബിൾ, വളരെ നല്ല വലുപ്പത്തിലുള്ള. ഇൻഫാക്ട് ദ ഫേസ് വാസ് എൻ അൺകോമൺ മാൻ, ഒരു അൺകോമൺ മാൻ, എ മാൻ ഇൻ എ 1000. അങ്ങനെ ഇത്രയും പ്രത്യേകതകളാണ് ആ ഫേസിൻ്റെ കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെ ആൻസറിലും എഴുതിയാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ, ഐ നെഗ്ലക്റ്റഡ് എവറിത്തിങ് എൽസ്. വൈ? ഞാനെല്ലാം
എല്ലാം മറന്നുപോയി. വൈ, എന്തുകൊണ്ട് ആണ് ചോദിക്കുന്നത്. എല്ലാം മറന്നത് എപ്പോഴായിരുന്നു? ഡാബ്നെ ഗോയിങ് ടു സെർച്ച് ഫോർ ദ ഫേസ്, ഡാബ്നെ അല്ല, ലിറ്റിൽ മാൻ ഗോയിങ് ടു സെർച്ച് ഫോർ ദ ഫേസ്. ആ ഫേസിനെ തേടിയുള്ള യാത്രയിൽ ഹി ഡിഡിൻ ഫോർഗെറ്റ് എനിത്തിങ് ഓർ ഹി നെഗ്ലക്റ്റഡ് എവറിത്തിങ് ഓർ ഹി നെഗ്ലക്റ്റഡ് എവറിത്തിങ്. എല്ലാം തന്നെ മറന്നുപോയി. അതാണ് അവൻ്റെ ആൻസർ. മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് എല്ലാം മറന്നുപോയെന്ന് പറഞ്ഞാൽ ആ ഫേസിനെ തേടിയുള്ള യാത്രയിൽ അദ്ദേഹത്തിനെ തന്നെ മറന്നൊരു അവസ്ഥയിലായിരുന്നു എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ അറ്റ് ലാസ്റ്റ് സോ ഹിം, ഹൂ ഈസ് ദ ഐ ഹിയർ. അവസാനം ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. ഹൂ ഈസ് ദ ഐ? ഈസിയാണ്, ലിറ്റിൽ മാൻ ആണ് ഐ എന്നുള്ളത്. അടുത്തത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വൈ ഡിഡ് ദ നെറേറ്റർ ഫോളോ ദ ടാക്സി. എന്തുകൊണ്ടാണ് ആ ടാക്സിയെ ഫോളോ ചെയ്തത്? ബിക്കോസ് ഹി ഫൈൻഡ് ദാറ്റ് ഫേസ്. ആ ഫേസിനെ കണ്ടു, അതുകൊണ്ടാണ് ഫോളോ ചെയ്തത്. അടുത്ത 10ാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ, ഇമാജിൻ ദാറ്റ് ദ നെറേറ്റർ മെറ്റ് ദ മാൻ അറ്റ് ചേറിങ് ക്രോസ്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, സങ്കല്പിക്കുക, എന്ത്? ചേറിങ് ക്രോസിൽ വെച്ച് നെറേറ്റർ ആ ഫേസിനെ കണ്ടു. നെറേറ്റർ എന്ന് വെച്ചാൽ ലിറ്റിൽ മാൻ. വാട്ട് വുഡ് ബി ദ ലൈക്ലി ഡയലോഗ്. അവർ തമ്മിലുള്ള ഡയലോഗ് അത് സ്വന്തമായിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വൈ കുഡിൻ ദ ഓതർ ക്യാച്ച് ദ മാൻ അറ്റ് ഫോക്സ്റ്റോൺ. എന്തുകൊണ്ടാണ് ഫോക്സ്റ്റോണിൽ കാണാൻ കഴിയാതിരുന്നത്? ബിക്കോസ് ഇതിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ ഉണ്ട്. എന്താണ്? ഐ ഹേസ്റ്റ്ലി പർച്ചേസ്ഡ്. ഒരു മിനിറ്റ്, അതിൻ്റെ ആൻസറാണിത്. ഐ ഹേസ്റ്റ്ലി പർച്ചേസ്ഡ് എ ടിക്കറ്റ് ടു ഫോക്സ്റ്റോൺ ഹോപ്പിംഗ് വെച്ചാൽ പ്രതീക്ഷിച്ചു. ഐ ഷുഡ് ക്യാച്ച് ഹിം, അദ്ദേഹത്തിനെ കാണാമെന്ന്, പിടിക്കാമെന്ന് പ്രതീക്ഷിച്ചു. ബോട്ട് ബിഫോർ ഇറ്റ് സെയിൽഡ്, അപ്പോഴേക്കും അത് സെയിൽഡായി. ബട്ട് അറ്റ് ഫോക്സ്റ്റോൺ ഹി ഗോട്ട് ഓൺ ദ ഷിപ്പ്. അത് സെയിൽഡായി എന്ന് വെച്ചാൽ അത് അവിടുന്ന് വിട്ടു, അവിടുന്ന് ലെഫ്റ്റ് ചെയ്തു, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹി ഗോട്ട് ഓൺ ദ ഷിപ്പ് ബിഫോർ മീ വിത്ത് ദ ഫ്രണ്ട്സ്. അങ്ങനെ അതാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. അടുത്തത് 12ാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ, ചാർട്ട് ദ ജേണി അണ്ടർടേക്കൺ ബൈ ദ നെറേറ്റർ ടു കോണ്ടാക്ട് ദ മാൻ ഓൺ ദ വാൾ. ആ വോളിലെ, ആ ചുമരിലെ മുഖം തേടിയുള്ള യാത്രയിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി? ആദ്യം എന്താണ്? പിക്കാഡിലിയാണ്. ആദ്യം പിക്കാഡിലി, ഞാൻ തരാം, ആൻസർ തരാം. പിക്കാഡിലി, അതിനുശേഷം ചേറിങ് ക്രോസ്, അതിനുശേഷം ഫോക്സ്റ്റോണ്, ബൊലോങ്. ഇങ്ങനെയായിരുന്നു സ്ഥലത്തിൻ്റെ റൂട്ട് മാപ്പ് എന്നുള്ളത്. അപ്പോൾ ആ സ്ഥലങ്ങൾ ആദ്യം ആദ്യം പിക്കാഡിലി, ദെൻ ചേറിങ് ക്രോസ്, ദെൻ ഫോക്സ്റ്റോൺ, ദെൻ ലാസ്റ്റ് ബൊലോങ് എന്നുള്ളത് ഹോസ്പിറ്റൽ. അവിടങ്ങളിലൊക്കെ അന്വേഷിച്ചിരുന്നു. അടുത്ത ചോദ്യം, മൈ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ്. വൈ? എൻ്റെ ഹൃദയം എന്താണ്? വളരെ ഫാസ്റ്റായിട്ട് ബീറ്റ് ചെയ്തു. വൈ? അതെന്താണ്? വെൻ ദ നെറേറ്റർ മെറ്റ് ദ face on the wall, so his heart was beat very fast because he was very anxious. അതങ്ങനെയാണ് ആൻസർ അതിൻ്റെ എഴുതേണ്ടത്. അദ്ദേഹം എന്താണ്? ആ വോളിലെ ചിത്രം നേരിട്ട് കണ്ടു, പെട്ടെന്ന് അരിയത്ത് കണ്ടപ്പോൾ പെട്ടെന്ന് അദ്ദേഹം വളരെ ഹാർട്ട് ബീറ്റ് എന്നാണ്, കൂടുതൽ ഫാസ്റ്റായിട്ട് ചെയ്തു. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് മിസ്റ്റർ ഓർമോണ്ട് ഗിവ് ഹിസ് കാർഡ് ടു ദ സ്ട്രേഞ്ചർ. ആ സ്ട്രേഞ്ചറിന് ആ കാർഡ് കൊടുത്തത് എന്തിനാണെന്നുള്ളത് ഇവിടെ ഉണ്ട്. എന്താണ്? ഹോൾഡിങ് ദ കാർഡ് ടൈറ്റ് ഇൻ മൈ ഹാൻഡ്, ഐ ഹറി ടു എ ലോൺലി കോർണർ ഓൺ ദ ഷിപ്പ് ആൻഡ് റീഡ് ഇറ്റ്. മൈ ഐസ് ഹി സീംഡ്. കാർഡ് കൊടുത്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ലൈഫ് മീൻസ് എന്താണ്? മിസ്റ്റർ ഓർമോണ്ട് വാളിൻ്റെ ലൈഫും നമ്മുടെ എന്താണ് ഈ വ്യക്തിയുടെ ലിറ്റിൽ മാൻ്റെ ലൈഫും തമ്മിലൊരു കണക്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ആ കാർഡ് അദ്ദേഹത്തിന് തന്നെ കൊടുത്തിട്ട് ഒഴിവാകുന്നത്. അപ്പോൾ അത്രയാണ് 14 ക്വസ്റ്റ്യൻ്റെ ഇത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് ദ ഓതർ ഫൈൻഡ് ഔട്ട് അബൌട്ട് മിസ്റ്റർ ഓർമോണ്ട്. എവിടെയാണ് വാട്ട് ഡിഡ് ദ ഓതർ ഫൈൻഡ് ഔട്ട് എബൌട്ട് മിസ്റ്റർ ഓർമോണ്ട് എവിടെയാണ് കേട്ടത്? ഈ ഓർമോണ്ടിനെ കുറിച്ച് കേട്ടത് ന്യൂസ് പേപ്പറിലൊക്കെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അമേരിക്കൻ എഡിറ്റേഴ്സിനെ കൊണ്ട് ചോദിച്ചു, അവരോടൊക്കെ ചോദിച്ചു എന്നുള്ളത് എന്താണ്? ഇത് ഈ പാരഗ്രാഫിൽ അതിൻ്റെ ആൻസർ ഉണ്ട്. ഐ റോട്ട് അമേരിക്കൻ എഡിറ്റേഴ്സ്.
ഐ റോട്ട് അമേരിക്കൻ എഡിറ്റ്, ഐ മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് അമേരിക്കൻ ലണ്ടൻ. ഇതൊക്കെ അതിൻ്റെ ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ റിമെമ്പർ നോ മോർ, വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻഡ് ടു ദ നെറേറ്റർ. എന്താണ് വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൺ ടു ദ നെറേറ്റർ? ഐ റിമെമ്പർ നോ മോർ, എനിക്കത് ഓർമ്മയില്ല. ഐ റിമെമ്പർ നോ മോർ എന്ന് പറയുമ്പോൾ നെറേറ്ററിന് എന്താണ് സംഭവം? ഹി വാസ് ഇൻ വെയിൻ, അല്ലെങ്കിൽ ഹി വാസ് ഇൻ വെരി അപ്സെറ്റ് മൂഡ്. വളരെ അപ്സെറ്റായിട്ടാണ് പിന്നെ എന്താണ് അദ്ദേഹത്തിന് നമ്മൾ കണ്ടത്, നെറേറ്ററിന്, ലിറ്റിൽ മാനിന്. അടുത്ത ചോദ്യം, ഇറ്റ് വാസ് ഓൺലി ഫെയിൻലി വിസിബിൾ, വാട്ട് ഡു യു It was only faintly visible. What do you think must have happened to the face? ഫെയിൻലി വിസിബിൾ എന്ന് വെച്ചാൽ വളരെ അവ്യക്തമായിട്ട് കാണുക. അപ്പോൾ എന്താണ് അയാളുടെ ഫേസിൽ സംഭവിച്ചത്? ലിറ്റിൽ മാൻ്റെ ഹിസ് ഐസ് വാർ ഫിൽഡ് വിത്ത് ടീയേഴ്സ്. അതാണ് അതിൻ്റെ ആൻസർ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കണ്ണുനീരിനാൽ ഫില്ലായി. അതുകൊണ്ടാണ് അയാളുടെ എന്താണ് ഫെയിൻലി എന്ന് വെച്ചാൽ അവ്യക്തമായിട്ട് കാണുന്നു എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൺ ടു മിസ്റ്റർ വാൾ? ഓർമോണ്ട് വാളിന് ആ ഫേസിൻ്റെ പേരാണ് മിസ്റ്റർ ഓർമോണ്ട് വാൾ എന്നുള്ളത്. ആ മിസ്റ്റർ വാൾ എന്ന് നമുക്ക് വേണേൽ പറയാം. മിസ്റ്റർ വാളിന് എന്താണ് സംഭവിച്ചത്? ഹി മെറ്റ് എൻ ആക്സിഡൻറ്റ്. അതാണ് അതിൻ്റെ ആൻസർ. ആൻഡ് ഹി വാസ് ഡൈഡ്. അടുത്തത് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ക്രിട്ടിക്കൽ മീൻ? ക്രിട്ടിക്കൽ എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്നാണ് ഇവിടെ ചോദ്യം കൊടുത്തിരിക്കുന്നത്. ക്രിട്ടിക്കൽ എന്നുള്ളൊരു വേർഡ് ഉണ്ടായിരുന്നു. എവിടെയാണ് വേർഡ്? ഇവിടെ എവിടെയോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ ക്രിട്ടിക്കൽ കണ്ടീഷനാണ് അവിടെ മെൻഷൻ ചെയ്തത്. അതാണ് ക്രിട്ടിക്കൽ എന്നുള്ള വേർഡ് മെൻഷൻ ചെയ്തത്. സീരിയസ് കണ്ടീഷൻ എന്നാണ് അതിൻ്റെ ആൻസർ. അത് നമുക്ക് അറിയുന്നത് തന്നെയാണ്. അടുത്തത് 20ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡസ് ഹി കോൾ ഹിസ് ഐസ് അൺസീയിങ്? എനിക്ക് കാണാൻ പറ്റുന്നില്ല. വൈ ഡസ് ഹി കോൾസ് ഹിസ് ഐസ് അൺസീയിങ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ, ഹി വാസ് ഇൻ എ അപ്സെറ്റ് മൂഡ് എന്ന് എഴുതിയാൽ മതി. അതുകൊണ്ടാണ് അങ്ങനെയുള്ള സംസാരം പറഞ്ഞത്. ഇനി അടുത്തത് 21ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ 21ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വാട്ട് ആർ ദ 3 മോസ്റ്റ് റിമാർക്കബിൾ തിങ്സ് അബൌട്ട് ദ സ്റ്റോറി? അതിൽ 2 എണ്ണമേ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ. 3ാമത്തെ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നില്ല. 3 റിമാർക്കബിൾ തിങ് ഉണ്ട്, 3 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് ആ ഫേസ് തൻ്റെ ലൈഫായിട്ട് വളരെ എന്താണ് കണക്റ്റഡ് ആണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. ആ ഓൾഡ് ഹൗസിൽ നിന്നാണ് ആ ഫേസ്. 2ാമത്തെ എന്നുള്ള ആ പേരുകളുടെ സാമ്യത. മിസ്റ്റർ ഓർമോണ്ട് വാൾ എന്നാണ് ആ മരിച്ച വ്യക്തിയുടെ പേരും ആ വോളിൽ പ്രത്യക്ഷപ്പെട്ട ത്തിൻ്റെ പേരും. ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റ് എന്നുള്ള സ്ഥലത്താണ് ഇത് എന്താണ് ഇയാൾ കാണുന്നത്, ആ സ്ഥലത്ത് വെച്ച്. അപ്പോൾ ആ 2 പ്ലേസും വളരെ സിമിലാരിറ്റി ഉണ്ട് പേരിന്. അതാണ് ഒരു റിമാർക്കബിൾ തിങ്. പിന്നെ ലാസ്റ്റ് പറയുന്നത് എന്താണ് പറയുന്നില്ല. ഞാൻ ഹാഫ് ആൻ അവർ മുമ്പേ ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം, നമ്മളതായ ഇൻറ്റർപ്രിട്ടേഷൻ നമുക്ക് ചേർക്കാം. അപ്പോൾ 3 റിമാർക്കബിൾ തിങ്സും എന്താണ് ഈ പാരഗ്രാഫുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫുകളുണ്ട് എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദെയർ ഒറിജിനൽ ഡിസ്കഷൻ അബൌട്ട്? എന്തായിരുന്നു അവരുടെ ഒറിജിനൽ ഡിസ്കഷൻ? അവർ സംസാരിച്ചത് എന്തിനെക്കുറിച്ചായിരുന്നു? ഒറിജിനൽ ഡിസ്കഷൻ മീൻസ് എന്താണ്? ഇയാൾ ഒരു കാര്യം പറയാതെ പോയില്ലോ. അപ്പോൾ എന്തായിരുന്നു ആക്ച്വലി 3ാമത്തെ കാര്യത്തിനെ കുറിച്ചായിരുന്നു അവരുടെ ആ ഡിസ്കഷൻ ആയിരുന്നു പിന്നീട് നടന്നു പോയിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഹൗ ഡസ് ദ നെറേറ്റർ സർപ്രൈസ് അസ് അറ്റ് ദ എൻഡ്? നെറേറ്റർ എങ്ങനെയാണ് സർപ്രൈസ് തന്നത് എന്നുള്ളത് നമുക്കറിയാം. എൻഡിൽ നമുക്ക് മനസ്സിലാകുന്നത് വെച്ചാൽ ആക്ച്വലി നെറേറ്റർ ഓൾസോ എൻ ഇൻവിസിബിൾ ഓർ എ സൂപ്പർ നാച്ചുറൽ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് എൻഡിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ചിന്തിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിൽ നെറേറ്റർ വളരെ ആങ്ഷ്യസ് ആയിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. നെറേറ്റർ സർപ്രൈസ്ഡ് ആക്കി കളഞ്ഞിട്ടുണ്ട് അവരെല്ലാവരെയും. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു കഴിഞ്ഞതാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് മാത്രമായി അവരുടെ ചിന്ത എന്താണത് എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ആൻസേഴ്സ്. ഇനി ഞാൻ റിട്ടേൺ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് ഇടും, അത് നിങ്ങൾ എഴുതിക്കൊള്ളുക.